ഫിലിപ്പിയ ലേഖനം 3:14. ഒന്നു ഞാൻ ചെയ്യുന്നു, ഒറ്റ ഓട്ടമാണ്. പുറകിലുള്ളത് മറന്നിട്ട് മുൻപോട്ട് ഒറ്റ ഓട്ടമാണ്. ഹല്ലേലൂയ. പഴയ കാര്യങ്ങളെ മറന്നെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഓടാൻ പറ്റത്തുള്ളൂ. പിടികിട്ടുന്നുണ്ടോ? ഇതൊരു വലിയ വിഷയമാണ്. സമയമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോട്ടെ. പഴയ കാര്യങ്ങളെ നമുക്ക് ഓർത്താൽ മുമ്പോട്ട് ഓടാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പദ്ധതിയിലൂടെ വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. പിമ്പിലുള്ളത് 10 പൗലോസ് ഓർത്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് ഒരിക്കലും ഓടാൻ പറ്റില്ല. കാരണം എന്താ അറിയാമോ? കപ്പൽ പ്രമാണിയുടെ മകനാണ്. കോടിക്കണക്കിന് മില്യൺ കണക്കിന് പണവും സമ്പത്തും സ്വത്തും ആരോഗ്യവും പഠനവും ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് വചനങ്ങൾ പഠിച്ച് ഭയങ്കരമായ ബുദ്ധി സാമർഥ്യമുള്ളവനായിരുന്നു പൗലോസ്. അതെല്ലാം അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയാം. അതാ രസം, കേൾക്കാൻ രസമുള്ളത്. ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയിലേക്കുള്ള ലാക്കിലേക്ക് താൻ ഓടുകയാണ്. ഹല്ലേലൂയ. പിൻപിലുള്ളത് മറക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ എപ്പോഴും പുറകോട്ട് പോകാനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന പ്രിയ മക്കളെ, നീയോ നിന്റെ കുടുംബമോ നിന്റെ സന്തതി പരമ്പരകളോ പിൻപോട്ട് പോകത്തില്ല. യഥാർത്ഥമായി ഞാൻ അടിവരയിട്ട് പറയാം, ജീവനുള്ള ദൈവത്തെ പൂർണ്ണതയോടുകൂടെ വേണ്ടവണ്ണം ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നീ സേവിക്കുന്നുവെങ്കിൽ നീയും നിന്റെ കുടുംബവും സന്തതി പരമ്പരകളൊന്നും പുറകോട്ട് പോകത്തില്ല. മുൻപോട്ട് 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 ഗമിക്കത്തക്കോളം ദൈവം നിനക്ക് കൃപ നൽകുകയാണ്. പഴയ നിയമത്തിലേക്ക് വാ, പുതിയ നിയമത്തിലേക്ക് വാ. ദൈവത്തെ ആരാധിച്ച, ദൈവത്തിന് തക്ക മഹത്വം കൊടുത്ത പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവമുണ്ട്. അവരുടെ മക്കളെ അനുഗ്രഹിച്ച ദൈവമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, അബ്രഹാമിനോട് ഇടപെട്ട ദൈവം ഇസ്ഹാക്കിനോട് ഇടപെട്ടില്ലേ? ആരിറങ്ങിയ? ദൂതനാണ് ഇറങ്ങി വന്നേ? ഇല്ല, സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി വന്നത്. നിന്റെ അപ്പനായിരിക്കുന്ന അബ്രഹാമിനെ അനുഗ്രഹിച്ച ഞാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ ശക്തനായിരിക്കും ദൈവമാണ്. നീ ഭയപ്പെടേണ്ട. അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന അതേ ക്ഷാമം വന്നു, അതേ പ്രതിസന്ധി വന്നു, അതേ കുടുംബ പശ്ചാത്തലത്തിൽ വെച്ചിട്ടുള്ള പ്രതിസന്ധികളൊക്കെ കടന്നു വന്നെങ്കിലും, അബ്രഹാമിന് സമാനമായ പ്രതിസന്ധിയുടെ ഇസ്ഹാക്ക് കടന്നുപോയെങ്കിലും ദൈവത്തെ ആരാധിക്കുന്ന ഇസ്ഹാക്കിനെ അബ്രഹാമിനെ ദൈവം കൈവിട്ടില്ല കേട്ടോ. ദൈവം എന്താണോ പറഞ്ഞത് അത് തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും നമ്മൾ മുൻപോട്ട് പോകണമെന്നാണ്, ഇല്ലേ? മോശയുടെ നിയോഗത്തിൽ ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കിയിട്ട് ദൈവത്തെ ആരാധിക്കാൻ പോകാമെന്ന് പറഞ്ഞ് മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കിയിട്ട് ചെങ്കടലിൽ വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ പറയാണോ പുറകോട്ട് പോകാം? കണ്ടോ ടെൻഡൻസി? കണ്ടോ? ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പദ്ധതികളൊക്കെ സാത്താൻ കൊണ്ടുവരും. പുറകോട്ട് പോകാം, പുറകോട്ട് പോകാം, പുറകോട്ട് പോകാം. നിന്നെ വിളിച്ചത് മുമ്പോട്ട് പോകാനാട്ടോ, പുറകോട്ട് പോകാനല്ലവേ അല്ല. പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. നിന്റെ കൺമുൻപിൽ നിരന്നു നിൽക്കുന്ന പ്രതിസന്ധിയെ നോക്കിയിട്ട് ഈ പ്രതിസന്ധിയെ ഓവർകം ചെയ്ത് അക്കരയ്ക്ക് പോകുവാൻ എനിക്ക് കഴിയില്ല എന്ന് നിന്റെ ബുദ്ധി പറഞ്ഞേക്കാം. നിന്നെ വിളിച്ചതാരാ? ജീവനുള്ള ദൈവമാണ്. മോശക്കുഞ്ഞെ നൈൽ നദിയിൽ കൊന്നുകളയുവാൻ സാത്താനും അവന്റെ ദൂതന്മാരും പദ്ധതിയിട്ടപ്പോൾ സ്വർഗം അവന് വേണ്ടി പ്രവർത്തിച്ചു. ഹല്ലേലൂയ. എനിക്കും നിനക്കും വേണ്ടി ശത്രു വാദിച്ചു കൊണ്ടിരിക്കുക. ഈ മാർഗത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ, ഈ ആരാധനയിൽ നിന്ന് മാറ്റിക്കളയുവാൻ, ഈ ദൈവകൃപയിൽ നിന്ന് മാറ്റിക്കളയുവാൻ സാത്താനും അവന്റെ ദൂതന്മാരും വാദിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ക്രമം പ്രാപിച്ച പ്രിയ ദൈവമക്കളെ, നമ്മളെ വിളിച്ചത് മുമ്പോട്ട് പോകാനാണ്. ഹല്ലേലൂയ. മോശക്കുഞ്ഞേ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിന്നെ നൈൽ നദിയിൽ കൊണ്ട് മുക്കിക്കൊല്ലാൻ പദ്ധതിയിട്ടാലും വാഗ്ദത്തം നിന്നിൽ വെളിപ്പെടുകയാ. എന്നെയും നിന്നെയും വിളിച്ച ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വാഗ്ദത്തമുണ്ട്. നിന്നെ എവിടെ എത്തിക്കാമോ അവിടെ എത്തിക്കാമെന്ന് ദൈവത്തിന് വലിയ വാഗ്ദത്തമുണ്ട്. അവിടെ എത്തിക്കേണ്ടിടത്ത് പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് എത്തിക്കുവാനിടയായി തീരും.
40 ലക്ഷം ജനത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന മോശയുടെ മധ്യത്തിൽ ഇസ്രായേൽ മക്കൾ പറയുക, ഞങ്ങൾ പുറകോട്ട് പോകണം. കൃപ പ്രാപിച്ച മോശ എന്താ പറഞ്ഞേ? ഉറച്ച്, നിങ്ങളത് പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. ഉറച്ചു നിൽക്ക്, ദൈവമെന്ന് നിങ്ങൾക്ക് ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ, എന്നാ വാക്യമല്ലേ അത്? ആ വാക്യത്തിന് തൊട്ടടിവശത്ത് കാണുകയാണേ, തൊട്ടടുത്ത കണ്ണിക ആ വാക്യത്തിന്റെ വെളിപ്പെടുകയാണ്. ഉറച്ചു നിൽപ്പീൻ. ഇസ്രായേൽ മക്കൾ പുറകോട്ട് പോകുക. വിളിച്ചത് എങ്ങോട്ടാ? മുമ്പോട്ടാ. എങ്ങോട്ടാ? കനാദേശത്തേക്കാ. വിളിച്ചത് മുമ്പോട്ടാ. ജനം സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട്, ചെങ്കടൽ കണ്ടുകൊണ്ട്, പ്രതിസന്ധി കൊണ്ടുകൊണ്ട് പുറകോട്ട് സ്റ്റെപ്പ് വെച്ചു. കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് അനുഭവിച്ചറിഞ്ഞ, എന്റെ ദൈവം വലിയവനെന്ന് അനുഭവിച്ചറിഞ്ഞ, കൃപ പ്രാപിച്ച മോശ പറയുക, പുറകോട്ടല്ല പോകാനല്ല നമ്മെ വിളിച്ചത് മുമ്പോട്ട് പോകാനാണ് നമ്മെ വിളിച്ചത്. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഒരു നാളും കാണത്തില്ല. ഉറച്ചു നിന്ന ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ ചെങ്കൽ പാതയാക്കി ഒരുക്കി. വിശ്വാസം വിളിച്ചവൻ വിശ്വസ്തനാണ് കേട്ടോ. അവൻ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. എവിടെയാണോ എത്തിക്കാമെന്ന് പറഞ്ഞത് അവിടേക്ക് എത്തിക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. പ്രതിസന്ധികളുണ്ട്, തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ മുൻപാകെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുവാനുடைய ചെങ്കൽ പാതയാക്കി ഒരുക്കി അക്കരെത്തിക്കുവാനുடைய ഞങ്ങൾ ഭാഗങ്ങളെ പറഞ്ഞിരിക്കുക. 27 ലേഖനങ്ങൾ എഴുതിയ പൗലോസ്, ഹല്ലേലൂയ, എങ്ങനെ യേശുവിനെ കണ്ടത്? യേശുവിന്റെ കൂടെ പരസ്യ ശുശ്രൂഷയില്ലായിരുന്നു. തൻ്റെ ആരോഗ്യവും കഴിവും ബുദ്ധിയും ശക്തിയും അനുസരിച്ച് ആ കാലഘട്ടത്തിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പൗലോസ് ദമസ്കോസിന്റെ പടിവാദത്തിലെത്തിയപ്പോൾ ഉച്ച സൂര്യനവിൽ നിന്ന് വെളിച്ചം അവന്റെ കണ്ണിൽ തട്ടിയിട്ട് പറയാം, നീ ഉപദ്രവിക്കുന്ന ആരാണ് കർത്താവേ എന്ന് പൗലോസ് ചോദിച്ചപ്പോൾ പറയാം, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ദൈവത്തെ അവൻ മുഖാമുഖമായി കണ്ടു. അവന് മനസ്സിലായി എന്ന് എന്റെ ആരോഗ്യമോ സമ്പത്തോ സ്വത്തോ പണമോ ഒന്നുമല്ല എന്നെ നയിക്കുന്നത്, ഒരു യേശുവുണ്ട്. അതുവരേക്കും കാഴ്ച ലഭിച്ച കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഭക്ഷണം കഴിക്കുവാൻ പോലും കഴിയാതെ 3 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്നു. അനനിയാസ് വന്ന് അവന്റെ ശിരസിൽ കൈവച്ച് പരിശുദ്ധ പൂർണ്ണനാകാ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ലഭിച്ചു. ഹാലലൂയ. അവന്റെ ഓട്ടം പിന്നെ അങ്ങോട്ടാണ്. സകലം ചപ്പെന്ന് ചവർന്ന് വണ്ടി ഓട്ടം മുൻപോട്ട് ഓടുകയാണ്. ലേഖനങ്ങളും എഴുതിയത് എവിടെ ഇരുന്നെന്നറിയാമോ? തന്റെ ലേഖനങ്ങളെല്ലാം എഴുതിയത് കാരാഗൃഹത്തിലിരുന്നുകൊണ്ടാണ്. കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ വിചാരിച്ചു ഇതേപോലെ ഒരു ഇരുട്ടുമുറി അവിടെ കയറ്റി ചോറ് സമയത്തിന് കൊടുത്തു, ആഹാരം കൊടുത്തു, ഇതൊന്നും അല്ല. അവിടെ പോയി വന്നവരുടെ സാക്ഷ്യങ്ങളെ കേൾക്കുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? ഒരു പാറ വെട്ടി ഉണ്ടാക്കിയ പോലെ പോലൊരു ഗുഹ. വെളിച്ചമിടുന്നവരെന്നറിയാമോ? അതിന്റെ മുകളിൽ ഒരു സുഷിരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സുഷിരത്തിൽ നിന്ന് ഊർന്നിറങ്ങി വരുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ. ആ വെളിച്ചത്തിന്റെ ഇരുണ്ട വെളിച്ചത്തിന്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് എഴുതിക്കൊണ്ട് പറയുകയാണ്, കർത്താവിലെപ്പോഴും സന്തോഷിക്കും. വായിച്ചാട്ടെ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. കർത്താവിലെപ്പോഴും സന്തോഷിപ്പിൻ. എന്ന് ഞാൻ പിന്നെയും പറയും. ഇത് എവിടെയിരുന്ന് എഴുതുന്നേ? കാരാഗ്രഹത്തിന്റെ ഇരുട്ടറയിൽ നിന്ന്. കാലുകൾ ആമത്തിലിട്ടിരിക്കുക കേട്ടോ, കാലുകൾ ആമത്തിലിട്ടിരിക്കുക. ശരിക്കൊന്ന് സ്വാതന്ത്ര്യത്തോടെ ചലിക്കുവാൻ പോലും കഴിയാതെ ഊർന്നിറങ്ങി വരുന്ന ഇരുണ്ട വെളിച്ചത്തിൽ നിന്ന് പൗലോസ് എഴുതുകയാണ്, കർത്താവിനെപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. കർത്താവിനെപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. ഹല്ലേലൂയ. ആ വചനത്തിന്റെ പ്രാധാന്യത നമ്മൾ ഇന്ന് മനസ്സിലാക്കുക. അവൻ കടന്ന് എഴുതിയത് ഇരുണ്ട കാരാഗ്രഹത്തിൽ നിന്നാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാക്യങ്ങളെ വായിച്ച്
കോടിക്കണക്കിന് ജനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇവർ ഇരുണ്ട പ്രതിസന്ധികളുടെ കടന്നുപോയാലും അനേകർക്ക് നന്മയായി മാറി ദൈവത്തിനെ അത്ഭുതമാക്കി മാറ്റുവാനിടയായി. ഹല്ലേലൂയ. ആ ദൈവത്തിന് വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ വചനത്തിന് വളരെ പ്രാധാന്യതയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ അപ്പോസ്തല പ്രവർത്തിയിൽ വചനം കേട്ടവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ അന്യഭാഷയിൽ സംസാരിച്ചു. വചനം കേട്ടവരിൽ. വചനം ഇരുവായുത്തിലുള്ള വാളാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഹല്ലേലൂയ. വചനത്തിന് ശക്തിയുണ്ട്. ആ വചനത്തിന്റെ പദ്ധതികൾ വെളിപ്പെടും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാം വചനമാണ്. വചനത്തിന്റെ പ്രാധാന്യതയോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി 40 ദിവസം ഉപവാസവും പ്രാർത്ഥനയോടും കൂടെ കടന്നുപോയ യേശുവിനെ പരീക്ഷണത്തിലൂടെ സാത്താൻ കടത്തിയപ്പോൾ അതിനെ വചനം കൊണ്ട് ജയിക്കുവാനിടയായിത്തീർന്നു. വചനം കൊണ്ട് ജയിക്കുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു കാര്യം പറഞ്ഞാൽ നിർത്തുകയാണ്. ഇവിടെ യേശുവിനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ കാണുന്നതെല്ലാം എന്റേതാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 180 രാജ്യം. എത്ര രാജ്യം? 180. അന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു കണക്കാണ്. 180 രാജ്യത്തെ ക്ഷണനേരത്തിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കൊണ്ടേ കാണിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. 180 രാജ്യത്തെ കൂടെ യേശുവിനെ കൈ പിടിച്ചോണ്ട് സാത്താൻ ഇങ്ങനെ കൊണ്ടേ കാണിച്ചു എന്നാണോ? അല്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ബുദ്ധിമണ്ഡലങ്ങളിലൂടെ 180 രാജ്യം കടന്നുപോയി. ആ പട്ടണത്തിന്റെ പ്രതാപവും സൗകര്യങ്ങളും സമ്പത്തും ശ്രേഷ്ഠതകളും എല്ലാം ഒരു നിമിഷം ബുദ്ധിമണ്ഡലത്തിലേക്ക് കടന്നു വന്നിട്ട് ഈ പ്രതാപങ്ങളെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉടനെ സാത്താൻ എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. ക്ഷണനേരത്തിൽ കാണിച്ചപ്പോൾ സാത്താൻ പറഞ്ഞു, സാത്താനോട് എൻ്റെ ദൈവം പറയുക, സാത്താനെ നിന്നെയല്ല. സാത്താൻ പറയുക, സാത്താന്റെ ഓഫർ എന്താണെന്ന് അറിയാമോ? 180 രാജ്യത്തെ കാണിച്ചിട്ട് സാത്താന്റെ ഓഫർ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന പ്രതാപങ്ങളെല്ലാം ഞാൻ നിനക്ക് തരാം. എന്ത് ചെയ്യണം? എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി. സാത്താൻ നമസ്കരിച്ചാൽ താൽക്കാലികമായൊരു നന്മയുണ്ടെന്ന് ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശുവിന് മനസ്സിലായി, ക്ഷണനേരത്തിൽ കാണിച്ച ഈ നന്മകൾ ക്ഷണനേരത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ എന്റെ പിതാവ് നിത്യമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നന്മ എനിക്കുണ്ട്. അതുകൊണ്ട് യേശു പറയുക, സാത്താനെ നിന്നെയല്ല ആരാധിക്കേണ്ടത്, എന്റെ ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാത്താൻ എത്ര നാളത്തേക്ക് വിട്ടുപോയി? കുറെ നാളത്തേക്ക് വിട്ടുപോയി. എന്റെ വാക്കുകളെ ചുരുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ചെറിയ ചിന്തയാണെങ്കിലും ആ ചിന്തയിലുള്ള പരിശുദ്ധാത്മാവ് നമുക്കിന്ന് പകൽക്കാലം നൽകുന്ന എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ആ പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് നമ്മൾ ഓടുക. സാത്താൻ പരീക്ഷകനായി കടന്നു വരുമ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറായി.